നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഒരു ബിഗ് ബ്രേക്കിംഗ് ആണ് ഇപ്പോൾ പല മാധ്യമങ്ങളും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കുറച്ച് ദിവസത്തെ ഒരു ഇടവേള കൊടുത്തതിന് ശേഷം ഇപ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ഇല്ലാത്ത, അതായത് ഇതുവരെ മാധ്യമങ്ങളൊന്നും തന്നെ കാണാത്ത, ഇതുവരെ പുറത്ത് വിടാത്ത ചാറ്റുകളും അതുപോലെ തന്നെ മറ്റെന്തൊക്കെയോ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ വീണ്ടും കുരുക്ക് മുറുകുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കൃഷ്ണേന്ദു കുരുക്ക് മുറുകുക. ഇപ്പൊ രാഹുൽ മിക്കവാറും കുരുക്ക് മുറുകി രാഹുലിനെ മിക്കവാറും ജയിലിലാക്കാൻ എല്ലാവിധ സാധ്യതയുണ്ട്. ഉടനെ തന്നെ രാഹുലിനെ തേടി പോലീസ് എത്തും. പോലീസ് അറസ്റ്റ് ഉണ്ടായിരിക്കും, കയ്യാമം വയ്ക്കും. എന്താ പറയുന്നത്, ഈ പറയുന്നോണം വലിയ രീതിയിലുള്ള വലിയൊരു ബിഗ് ബ്രേക്കിംഗ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രേക്ഷകരെ. എന്നാലും ഇതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ശരിയാണ് തോന്നുന്നത്. വലിയൊരു ബിഗ് ബ്രേക്കിംഗ് കൊടുത്തത് റിപ്പോർട്ടർ ചാനലാണ്. പക്ഷെ അതിനകത്ത് അരുൺ, മാധ്യമപ്രവർത്തകൻ അരുൺ ചോദിക്കുന്നുണ്ട് റോഷിപാലിനോട്, റോഷിപാൽ കൂടുതൽ കുരുക്കിലേക്കല്ലേ മുറുകുന്നത്? പക്ഷെ റോഷിപാൽ അതിന് മറുപടി, അത് ഞാൻ ശ്രദ്ധിച്ചിരിക്കുക, അങ്ങനെ കാണാൻ വല്ല ഇനി നമ്മളറിയാത്ത വേറെ വല്ല നിയമത്തിലൂടെ എങ്ങാണ് രാഹുലിനെ പൂട്ടാമല്ല എന്തെങ്കിലും ക്രൈംബ്രാഞ്ചിന് കിട്ടുക. കാരണം ഈ ക്രൈംബ്രാഞ്ചിന്റെ ഇപ്പോഴത്തെ എല്ലാ ഡീറ്റെയിൽസും റിപ്പോർട്ടർ ചാനൽ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് അതിശയമായിട്ട് തോന്നുന്നത്. വേറെ ഒരു ചാനലിലും കിട്ടുന്നില്ല. റിപ്പോർട്ടറിനാണ് അപ്പോഴപ്പോഴുള്ള അപ്ഡേറ്റ് കിട്ടും. ഞാനിത് കേട്ടപ്പോൾ രാഹുലിന് കുറുക്ക് മുറുകി, മിക്കവാറും ഇന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യും. ആ രീതിയിലാണ് സംഗതി. ഇതാണ് ടെലഗ്രാം ചാറ്റുകളും വാട്സപ്പ് ചാറ്റുകൾ കൂടാതെ ടെലഗ്രാം ചാറ്റുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി മൊഴിയെടുത്തു തുടങ്ങി. അതായത് യുവ നടിയുടെ മൊഴി, മറ്റേ അവന്തിക മാത്രം മൊഴി കൊടുത്തില്ല, 9 പേരുടെ മൊഴിയെ കണ്ട് എടുത്തു. ഇനി ഉള്ളത് അവർക്ക് കിട്ടേണ്ടുന്നത് ഈ പറഞ്ഞുള്ള ഓഡിയോ ചാറ്റിലെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട 2 യുവതികൾ, ഒരാളല്ല, ഇപ്പൊ 2 പേര്. അതെ, അവരെ കണ്ട ഒരു മാധ്യമ പ്രവർത്തകരുടെ അടക്കം മൊഴിയെടുത്തു. അവരുടെ എല്ലാവരുടെയും മൊഴിയെടുത്തു. പക്ഷേ ഇത് നടത്തിയ സ്ത്രീകളുടെ മാത്രം എടുത്തിട്ടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം ഒന്ന് ബാംഗ്ലൂർ വെച്ച് ഗർഭചിത്രം നടത്തിയ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, മറ്റേത് അശാസ്ത്രീയമായിട്ടുള്ള ഇപ്പൊ 2 എണ്ണം ആയിട്ടുണ്ട്. മറ്റേത് അങ്ങനെയല്ലായിരുന്നു, ഇതുവഴി അതുവഴി ഇങ്ങനെ 1 എണ്ണം എന്നായിരുന്നു. ഇപ്പൊ ഇതെങ്ങനെയല്ല, അതുവഴി ഇതുവഴി ഇത് 2 എണ്ണം ഇങ്ങനെ. എന്തായാലും ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും നല്ല നല്ല അപ്ഡേറ്റുകൾ വരികയാണ്. ഇതില് സംഗതി കൃഷ്ണേന്ദു, എല്ലാ മൊഴികളും, അതായത് തേർഡ് പാർട്ടീസിന്റെ എല്ലാവരുടെയും കൃത്യമായ മൊഴികൾ, റിപ്പോർട്ടർ ചാനൽ കൊടുത്തിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ, അത് ഈ പറഞ്ഞ AI അല്ല എന്നുള്ളത് തെളിയിച്ചിരിക്കുന്നു. എല്ലാം ശരിയാണ്. ഇതെല്ലാം ജനങ്ങൾക്കറിയാം. ഇതെല്ലാം സത്യമുണ്ട്. ഇതിനകത്ത് ഒരു ഭാഗത്ത് സത്യമുണ്ട്. ഈ പറഞ്ഞോണ്ട് ഗർഭചിത്രം നടത്തിയിട്ടുണ്ട്, ഈ പെൺകുട്ടികളുമായിട്ട് ചാറ്റിങ് ചെയ്തിട്ടുണ്ട്, എല്ലാം സത്യമാണ്. ആരും നിഷേധിക്കുന്നില്ലല്ലോ ഇവിടെ. ഇപ്പം രാഹുൽ ആദ്യത്തെ ഈ റിനിയുടെയും അവന്തികയുടെയും മറ്റേ ഹണി റോസിന്റെ ഒക്കെ കാര്യം എടുത്തിട്ട് പറഞ്ഞപ്പോൾ ബാക്കി അവരൊക്കെ പിന്നീട് എങ്ങോട്ട് പോയി? റിനിയുടെ ഇത് കൊടുത്തു. പക്ഷെ ക്രൈംബ്രാഞ്ചിന് എന്തുകൊണ്ടാണ് അത് ഏറ്റെടുത്തിട്ട് അതിന്റെ ഇപ്പൊ റിനി പറയുന്നത് എന്നെ വൃത്തികെട്ട ഭാഷയിൽ ചാറ്റ് ചെയ്തു എന്നുള്ളത്. അത് ആ ഒറ്റ കാര്യം മതിയല്ലോ ഇന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തനെതിരെ കേസ് കൊടുക്കാൻ, ബലം കെണിയാൻ. എന്തുകൊണ്ടാണ് അത് ഇതുവരെ എടുക്കാത്തത്? ആ ഒറ്റ മൊഴി മതി. റിനി പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യം മതി. ഒരു പെൺകുട്ടിയുടെ നേരെ അല്ലെങ്കിൽ അവളുടെ വാട്സപ്പിൽ അല്ലെങ്കിൽ അവളുടെ സോഷ്യൽ മീഡിയയിൽ അവളെ ലൈംഗിക ചുവയുള്ള ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു രീതിയിൽ അവളെ ഇത്തരത്തിൽ പ്രൊവോക്ക് ചെയ്തു എന്നുള്ള തരത്തിലുള്ള ഒരു പരാതി മതി ആദ്യത്തെ വിലങ്ങ് വീഴാൻ. രണ്ടാമത് ഹണി റോസ് കൊടുത്ത പരാതി മതി. എന്നെ ഇത്തരത്തിൽ ഈ 2 പരാതികൾ മതിയല്ലോ. എന്നിട്ട് എന്തേ ക്രൈംബ്രാഞ്ച് എവിടെ പോയി? അവർക്ക് എന്താണ് പൂട്ടാൻ പറ്റാത്തത്? ഇനിയിപ്പോൾ അടുത്ത വന്നേക്ക ടെലഗ്രാം, ഇത് തന്നെയല്ലേ മറ്റേ ചാറ്റും, അത് തന്നെയല്ലേ ഈ ചാറ്റും. ഇത് ഇരു പാർട്ടികളും ചേർന്ന് നല്ല രീതിയിൽ ചാറ്റ് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറഞ്ഞ ഞാൻ കൃഷ്ണേന്ദുവിനെ ഒരു തെറി പറഞ്ഞു, കൃഷ്ണേന്ദു അതേ രീതി ഇങ്ങോട്ടൊരു തെറി പറഞ്ഞു. ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ്? 2 ഭാഗത്തും തെറ്റ്. തെറിക്ക് പകരം മറ്റേ നല്ല സ്നേഹം. ഞാൻ I love you പറഞ്ഞു, തിരിച്ച് ഇങ്ങോട്ടൊരു I love you പറഞ്ഞ എങ്ങനെ ഇരിക്കും? അത്രേ ഉള്ളൂ. അപ്പം തിരിച്ചുള്ള ഭാഷ എങ്ങനെയാണ്? നമ്മൾ ഇതിപ്പം 1 മാസം കൊണ്ട് നടന്നതല്ല, ഒരു ദിവസം കൊണ്ട് നടന്നതല്ല, വർഷങ്ങളായിട്ടുള്ള ചാറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അത് അന്ന് തടയണമായിരുന്നു. അപ്പൊ ഇതിൽ ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്തവർ ചിലപ്പോൾ കൊടുത്തെന്നിരിക്കും, ഇത്തരത്തെ തന്നെ ഇങ്ങനെ ചെയ്തു. പക്ഷെ ഇതൊന്നും അങ്ങ് ഇല്ല പറഞ്ഞ കൊലക്കയറുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിലങ്ങ് വയ്ക്കത്തക്ക രീതിയിലുള്ള കുറ്റകൃത്യമൊന്നും അദ്ദേഹം ചെയ്യില്ല. അദ്ദേഹത്തിന് 35-ാമത്തെ വയസ്സ്, അദ്ദേഹം ചിലപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു കാണും. അത് ഏതൊരു വ്യക്തിക്കും ചോദിക്കാം. അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് തീരുമല്ലോ. പിന്നെ പ്രൊവോക്ക് ചെയ്ത് പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു കുറ്റമായിട്ട് വരും. ഇപ്പൊ എന്റെ ഒരു സംശയം, ഇപ്പൊ ചാറ്റുകൾ ഇങ്ങനെ കിട്ടുന്നു എന്ന് പറയണം. അപ്പൊ രാഹുൽ ചെയ്തിട്ടുള്ള ചാറ്റുകൾ മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
അവർ ചെയ്യുന്ന ചാറ്റുകളുണ്ട്, അത് മാത്രം പുറത്ത് വിടുന്നില്ല, അത് വിടുന്നില്ല. മറ്റവരെന്താണ് മറുപടി കൊടുത്തെന്നുള്ളത് നമുക്കൊക്കെ അറിയാം, ഒരു ആഗ്രഹമില്ലേ, അത് മാത്രം വിടുന്നില്ല. ഏതായാലും ഇപ്പോൾ പുതുതായിട്ട് ഈ 9 പേരുടെ സാക്ഷി തേർഡ് പാർട്ടീസിന്റെ ഒരു ഇതാണ് പോയിരിക്കുന്നത്. ഇതിന്റെ പേരിലെങ്കിലും ഒന്നും കേസെടുക്കൂ, അതിന്റെ പേര് നിലവിൽ അതിന്റെ പേര് കേസെടുക്കും. ഇപ്പം ചാറ്റുകൾ കാണുമ്പോൾ അറിയാലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന്, അപ്പൊ അതിന്റെ പേര് കേസെടുക്കൂ. കേസെടുത്തതിന് ശേഷം ആവട്ടെ ഇനി മറ്റേ ഗർഭചിത്രത്തിന്റെ പുറകെ പോകാൻ, അതിന്റെ പുറകെ പോയി രണ്ട് പെൺകുട്ടികളും ഇതിന് തയ്യാറല്ലെന്ന് പറഞ്ഞു. പിന്നെ ഇനി അവരെ അടിച്ചു ഒക്കെ ഇനിയിപ്പോ കേസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്, അവർക്ക് താല്പര്യമില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇപ്പൊ തന്നവരുടെ പേരിലെങ്കിലും കേസ് എടുക്കൂ എന്നേ പറയാനുള്ളൂ. ഇപ്പൊ പൂട്ട് വീഴും എന്ന് പറയുമ്പോൾ തിരിച്ച് നിങ്ങൾ ഈ ചാനലിലൊക്കെ ചിന്തിക്കണമെന്ന് ഒരു പണിയില്ലേ? തിരിച്ച് പൂട്ട് വീഴുമെന്ന് പറയുമ്പം തിരിച്ചുള്ള ചാറ്റിങ്ങും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഏത് തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചത്, സൗഹൃദം ഉണ്ടെന്ന് റിനി ഇപ്പോഴും പറയുമ്പോൾ ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അത് തെളിവ് കിട്ടുന്നത്? പിന്നെ ഇനി ചില സമയത്ത് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു കാണും എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിന്റെ സൗന്ദര്യം കൊള്ളാം, അല്ലെങ്കിൽ നീ നല്ല മനോഹരിയാണ്. അതൊക്കെ എവിടെയാണ് ഒരു ലൈംഗിക ചുവ ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ ആ പ്രായത്തിൽ അയച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു കുറ്റമാകുന്നില്ല. ഒരു പക്ഷെ കോടതി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞോണം രാഹുൽ അതാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, നിയമത്തിന് മുമ്പിൽ ഞാൻ തെറ്റുകാരനാണ്, നല്ല കോൺഫിഡൻസ് ഉണ്ട്. മറ്റേ ഗർഭചിത്രം നടത്തിയ കുട്ടിയോടും പറഞ്ഞെന്ന് പറയുന്നിട്ട് നീ പോയി കേസ് കൊടുത്തോ കുഴപ്പമില്ല. കാരണം അവർ രണ്ടുപേര് തമ്മിലുള്ള അവരുടെ സ്വകാര്യ ജീവിതമാണ്, സ്വകാര്യ ബന്ധമാണ്. അതിൽ ഒരു പക്ഷെ രാഹുൽ മാത്രമല്ല തിരിച്ചു നിൽക്കുന്ന വ്യക്തിയും അതുപോലെ തന്നെ കുറ്റക്കാരായിരിക്കും, കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ബോധമുണ്ടെങ്കിൽ. ബോധമില്ലെങ്കിൽ രണ്ടുപേരും ചെയ്തത് കുറ്റമല്ല, ഒരു തെറ്റുമില്ല. രണ്ടുപേരും ഇഷ്ടപ്പെടുന്നു, രണ്ടുപേരുടെ സ്വകാര്യത നിറഞ്ഞ ഈ സ്വകാര്യത നിറഞ്ഞ ജീവിതത്തിലേക്ക് എന്തിനാണ് നിങ്ങളൊക്കെ ഈ ക്യാമറ കണ്ണുകൾ കൊണ്ടുവന്നു? അവരെയൊക്കെ വഴിക്ക് വിടും. ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, ഇതിന്റെ ഓരോ അപ്ഡേഷൻ നമ്മൾ ഇനി ക്രൈംബ്രാഞ്ചിനോട് ചോദിക്കേണ്ട, റിപ്പോർട്ടർ ചാനലിനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇതില് 1-2 വിഷയങ്ങൾ കിടപ്പുണ്ട്. ഇനിയിപ്പോ രാഹുൽ പാലക്കാടേക്ക് പോകാതിരിക്കുന്നു. റിപ്പോർട്ടർ ചാനല് നമ്മുടെ കമന്റിനൊക്കെ താഴെ എല്ലാരും വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, രാഹുൽ നമ്മളന്ന് പറയും ചെയ്തു രാഹുൽ എത്തിയില്ലല്ലോ, എന്തെവിടെയാണ് രാഹുൽ? ഒന്നാമത് ഇപ്പൊ അയ്യപ്പന്റെ മുകളിൽ ഇങ്ങനെ CPM ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതായി നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും അയ്യപ്പൻ ഒന്ന് കടാക്ഷിക്കട്ടെ, അവർക്ക് ഇച്ചിരി കടാക്ഷം കൊടുക്കട്ടെ എന്ന് കരുതി രാഹുൽ മാറി. രാഹുൽ പാലക്കാട് തന്നെ എത്തും. പാലക്കാട് എത്തി സജീവമാകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഏതായാലും ചിലപ്പോൾ ഇന്ന് തന്നെ ചിലപ്പോൾ പോയെന്നിരിക്കും, തിങ്കളാഴ്ച ചിലപ്പോൾ പോകുന്ന പറഞ്ഞത്, ചിലപ്പോൾ നാളെത്തേക്ക് മാറ്റി വെക്കും. എന്തായാലും അദ്ദേഹത്തിന്റെ സൗകര്യം അനുസരിച്ച് അദ്ദേഹം പോയിക്കോളും. അവിടെ അതിർത്തിയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ പാലക്കാടേക്ക് കടക്കുന്ന ഒരു ഭാഗത്തൊക്കെ ഉറക്കൊളച്ച് കാത്തിരുന്നവരൊക്കെ വെറുതെയാണ്. അതിങ്ങനെ കുറച്ചാൾ ഉറക്കൊളച്ച് കാത്തിരിക്കാൻ, അതിനേക്കാളും വലിയ വലിയ സംഗതികൾ നടന്നിട്ട് ഇവിടെ ജനങ്ങൾക്കോ ഈ പറഞ്ഞ പ്രതിഷേധിക്കാനോ പറ്റാത്തതാണ്. എവിടെയോ കടന്ന് ഏതോ പരാതിക്കാരെ ഏതോ പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്നു, ഇതിനൊന്നും വേറെ പണിയില്ലേ എന്ന് ഇപ്പൊ ജനങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങി. ഞാനല്ല ചോദിച്ചു, ജനങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങുന്നു. ഇപ്പൊ ഈ റിപ്പോർട്ടർ ചാനൽ തന്നെ ഈ ഒരു ഇത് കൊടുക്കുമ്പോൾ അതിന്റെ താഴത്തെ കമന്റുകളെല്ലാം അത്തരത്തിലാണ്. ഒരു പണിയില്ലേ, നല്ലൊരു മാധ്യമ പ്രവർത്തനമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തനം. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ചടുലതയേറിയ വാക്കുകൾ. ഒരുപക്ഷെ നമ്മളെ കണ്ട നാവൊക്കെ കുടയുമ്പം നിൽക്കുമ്പം, പക്ഷെ അദ്ദേഹത്തിന്റെ ചില വാക് പ്രയോഗങ്ങൾ, അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ഞാനൊരു ഫാൻ ഗേൾ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞുള്ള ചില ആശയങ്ങളുടെ പേരിൽ നമുക്ക് അദ്ദേഹത്തിനോട് പറയേണ്ടിയിരിക്കും. ഒരു പക്ഷെ അദ്ദേഹം കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം, അല്ലെങ്കിൽ കുറച്ച് രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചിട്ട് ചില ഈഗോ ക്ലാഷ് ഒക്കെ മാറ്റി വെച്ചിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ നടത്തുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പം മൊത്തത്തിൽ രാഹുലിനോടൊരു കലിപ്പാണ്. ഇനി അദ്ദേഹത്തിന് പേഴ്സണലി എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്നുള്ളത് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ വീണ്ടും ക്രൈംബ്രാഞ്ച് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണവുമായിട്ട് പോവുകയാണ്. ഇത്രയും പേരുടെ മൊഴിയെടുത്തു. പക്ഷേ ഇതിന് കൃത്യമായിട്ടുള്ള 2 വ്യക്തികളുടെയാണ് വേണ്ടുന്നത്. പരാതിക്കാരായിട്ട് വരേണ്ടുന്ന ആ ഒരു അതിജീവിതകളെന്ന് നമ്മളൊക്കെ പറയുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ ആ 2 ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട 2 പെൺകുട്ടികളുടെ മൊഴിയാണ് വേണ്ടുന്നത്. പക്ഷെ അവരതിന് തയ്യാറല്ലെങ്കിൽ പിന്നെ ഇത് ഏത് വഴി ഇനി കൊടുക്കും? ഇനി ഈ പറഞ്ഞോ കൊടുക്കാം, ഞങ്ങളെ മെസ്സേജ് അയച്ചു ഇത് ചെയ്തു, മെസ്സേജ് അയച്ചു ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റെനിയുടെയും ഹണിയുടെയും ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെയൊക്കെ താഴോട്ടുള്ള മെസ്സേജുകൾ കാണുമ്പോഴേ ഇപ്പൊ ഹൈക്കോടതി ജഡ്ജി ആണെങ്കിലും സുപ്രീം കോടതി ജഡ്ജി ആണെങ്കിലും എന്താ ഹേ എന്ന് ചോദിച്ചു പോകും. ഇനി അതല്ലാതെ ഈ പറഞ്ഞ ആദ്യമൊക്കെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കാണും, കൊടുത്തിട്ട് മറുപടി ഇല്ലെങ്കിൽ വീണ്ടും ആണുങ്ങളുടെ പൊതു സ്വഭാവമാണല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത് വെച്ച് ഈ പറഞ്ഞോണം ഞങ്ങളെ
ഫോളോ ചെയ്തു, ഞങ്ങളെ ശല്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പെറ്റി കേസ് പോലൊക്കെ അത് തോന്നാൻ സാധ്യതയുള്ളൂ. അത് ഈ പറഞ്ഞോണം അതിൻ്റെതായ രീതി കോടതി വിടത്തുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ പറയുന്നത് ഇതൊന്നും നല്ല രാഷ്ട്രീയ പ്രവർത്തകനും ചേർന്ന പണിയൊന്നുമല്ല. കുറച്ചുകൂടിയൊക്കെ സംയമനം പാലിച്ച് കുറച്ചുകൂടിയൊക്കെ മെച്യൂർഡായിട്ടൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണമായിരുന്നു. ഇത് ഒട്ടും ചേർന്ന ഒരു സ്വഭാവമോ പരിപാടിയോ ഒന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തനം ചേർന്നതല്ല. പക്ഷെ എന്നാലും ഈ പറഞ്ഞോണം പ്രായത്തിന്റെ പക്വത ഇല്ലായ്മ, ഒരു പക്ഷേ പെട്ടെന്നുള്ള ഈ സ്ഥാനമാനങ്ങളൊക്കെ ആയിരിക്കാം ഇതിൽ മിക്കതും ഈ അധ്യക്ഷ സ്ഥാനമൊക്കെ വരുന്നതിനൊക്കെ മുമ്പേ ഉള്ള വിഷയങ്ങളാണ് കേട്ടോ. ഇതൊന്നും ഇപ്പോഴുണ്ടായതല്ല. ഒരു MLA ഒരു പക്ഷെ അദ്ദേഹത്തിന് ഈ സ്ഥാനങ്ങളൊക്കെ കിട്ടിയപ്പോൾ കുറേയൊക്കെ ഒന്ന് ഒതുങ്ങി കാണും. അതിന് മുമ്പേ ഉള്ള അദ്ദേഹത്തിന്റെ കോളേജ് ലൈഫിലൊക്കെ ഉള്ള ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും. കോളേജിലെ ചില ആരാധിമാരെല്ലാരും കൂടെ എന്തായാലും ഇപ്പം കൊണ്ടുവന്ന് പണി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള യുവതലമുറ KSUലൊക്കെ പ്രവർത്തിക്കുന്നവരോട് പറയാം, അധികം ആരാധികമാരെയും ഈ പറഞ്ഞോണം പ്രണയബന്ധങ്ങളിൽ ഒന്നും ചെന്ന് പെടുത്താതിരിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ വലിയൊരു സ്ഥാനത്തൊക്കെ എത്തുമ്പോൾ ഇവരൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ഇതിപ്പം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വരുന്നത് ഇത്തരത്തിലാണ്. ഈ പരാതി മാധ്യമ പ്രവർത്തക ഉൾപ്പെടെയുള്ളവരുടെ മൊഴി, റെനി, ഒരു യുവനടി അവന്തിക മാത്രം മൊഴി എടുക്കാൻ സാധിച്ചില്ല. പിന്നെ അത് മാത്രമല്ല, രാഹുൽ ചാറ്റ് ചെയ്ത ടെലഗ്രാമിലൂടെ ചാറ്റ് ചെയ്ത നിരവധി ഇത്തരത്തിലുള്ള പെൺകുട്ടികളുടെ ചാറ്റിംഗ് രീതികൾ, ഓഡിയോ ക്ലിപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ അവരൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു പക്ഷേ കേസായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അവരുടെ പരാതി സ്ട്രോങ് ആണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത് എപ്പോഴേ കേസെടുത്തേനെ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഇത് ഇന്ന് ഇത് പറയാൻ കാരണം ആഗോള അയ്യപ്പ സംഗമൊക്കെ പൊട്ടി പാളീസായിന്ന് ഇപ്പൊ എല്ലാരും വിലയിരുത്തി. ഇനി അതിന്റെ ഒരു നാണക്കേട് മറക്കാൻ വേണ്ടിയിട്ടാണോ? എന്തായാലും പിണറായി സർക്കാരിന് ഇതിൽ നിന്ന് തലയൂരാൻ വേണ്ടി തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും ഒരു കേസിൽപ്പെടുത്തി ഒന്ന് വിലങ്ങണിയിച്ച് ഈ മാധ്യമങ്ങളുടെയൊക്കെ മുമ്പിൽ ഒരു വലിയ ചർച്ചാ വിഷയമാക്കണമെന്ന് LDF സർക്കാരിന് വല്ലാണ്ട് ആഗ്രഹമുണ്ട്. ചില ചാനലുകൾക്കും ആഗ്രഹമുണ്ട്. ചിലപ്പോൾ സാധിച്ചെന്ന് വരും. കാരണം ഇത്തരത്തിലുള്ള ചെറിയ വിഷയമാണെങ്കിൽ പോലും ഈ പറഞ്ഞോണം കൊണ്ടുപോയെന്നിരിക്കും. കൊണ്ടുപോയാലും ഈ പറഞ്ഞോണം ജാമ്യമില്ലാ വകുപ്പാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ മുൻകൂർ ജാമ്യം പോലും എടുത്ത് ചിലപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരാൻ പറ്റും. പക്ഷെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു പൂട്ട് വീഴാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ഈ ഉഭയകക്ഷി പ്രകാരമൊക്കെയുള്ള തെളിവുകളാണെന്നുണ്ടെങ്കിൽ അതിലും വലിയ ഇത് വരാൻ സാധ്യതയില്ല. പക്ഷെ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ രണ്ട് പെൺകുട്ടികൾക്കും അത് പ്രശ്നമായിട്ട് വരും. കാരണം ഗർഭചിത്രം എന്നുള്ളത് ഒരാളുടെ മാത്രം ഇതായിട്ട് വരില്ലല്ലോ, പെണ്ണിനും ആണിനും തുല്യ ഇതായിട്ടല്ലേ വരുന്നത്. അത് രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ ആരുടെ പേരിലായിരിക്കും കേസെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കൊനിഷ്ഠ നിയമവശങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ രാഹുലിനെ പൂട്ടാൻ എന്നാ സംഗതിയെല്ലാം ഉണ്ട്, എന്നാൽ ഒന്നും സാധിക്കുന്നുമില്ല. തെളിവുകൾ സഹിതം കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ വേണ്ടുന്ന ഒന്ന് ചിന്തിക്കുക. ഓരോരുത്തരുടെ സ്വകാര്യതയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ അതിനെ മലിനമാക്കിക്കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ഇതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ എളുപ്പമാണ്. ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാതിരിക്കുക. അവരുടെ ആ സ്വകാര്യതയിൽ മറ്റാർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ജനത്തിനും മാധ്യമങ്ങൾക്കും ഒക്കെ മുന്നിട്ട് നിൽക്കുക. പരാതി ഇല്ലാത്തടത്തോളം കാലം ഇത് വെറുതെ ഒരാളുടെ വ്യക്തിഹത്യ എന്നല്ലാതെ ഇതിനപ്പുറം ഒന്നുമില്ല. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അങ്ങനെ കാണാതിരിക്കട്ടെ. ഒരു പക്ഷെ ഇനി അങ്ങനെ കാണാതിരിക്കുക ഇതിനെങ്കിലുമൊക്കെ കുറേയൊക്കെ ഒരു തടയിടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് തികച്ചും ഇപ്പൊ KJ ഷൈൻ ടീച്ചറിന്റെ കാര്യം തികച്ചും അവരുടെ സ്വകാര്യത. ഒരു പക്ഷെ ഷൈൻ ടീച്ചറിന്റെ നേരെ ഒരു ആക്രമണം വന്നതുകൊണ്ടാണ് അത് ഇതായിപ്പോയി. പക്ഷെ ആ MLA വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ പ്രചാരണം ഉണ്ടായെങ്കിൽ രാഹുലിനെ പോലെ തന്നെ MLA പെട്ടുപോയേനെ. ഇതുപോലെ തന്നെ പല വിഷയങ്ങളിലേക്കായി MLA പോയേനെ. അപ്പോൾ ഷൈൻ ടീച്ചറിന്റെ നേരെ ഇത് വന്നതുകൊണ്ടാണ് മറ്റേതങ്ങ് തണുത്തു പോയത്. അതുകൊണ്ട് വെറുതെ ഇതൊക്കെ അവരവരുടെ സ്വകാര്യത എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരവർ പക്വതയോടുകൂടി അല്ലെ അതാത് രാഷ്ട്രീയ പാർട്ടിക്കാർ നേതൃത്വം അവരെ പറഞ്ഞ് തിരുത്തി നല്ല രീതിയിലേക്ക് പോവുക. പിന്നെ ഈ പറഞ്ഞോണം വഞ്ചനയും സ്ത്രീകളെ ഈ പറഞ്ഞോണം ചൂഷണത്തിലേക്ക് വിവാഹ വാഗ്ദാനം നൽകുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടികൾ പരാതിയുമായിട്ട് വരട്ടെ. തീർച്ചയായിട്ടും അവരോടൊപ്പം തന്നെ നിയമം ഉണ്ടായിരിക്കും. എന്നാലും അവിടെ ഒരു വഞ്ചനാ കുറ്റം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എന്തുകൊണ്ട് രണ്ടുപേരും പിരിഞ്ഞു എന്നുള്ളൊരു ചോദ്യം കൂടെ അവിടെ വരും. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. അതിനൊക്കെ പോകാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നാലു ചുറ്റും പോലീസൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ആക്രമണമൊക്കെ നടക്കുന്നു. ക്രൈംബ്രാഞ്ച് പുതിയ അന്വേഷണ തലത്തിലേക്ക് പോകുന്നു. ഇപ്പൊ പൂട്ട് വീഴും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ പാലക്കാട്ടേക്ക് പോകുമെന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഇരിക്കുന്നു. ഏതായാലും ഇതിൽ ഏതാണെന്നുള്ളത് വരുന്ന മണിക്കൂറുകൾ കാണാം. ചിലപ്പോൾ 1-2 ദിവസത്തിനകത്ത് അറിയാം കൃത്യമായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ടായിരിക്കും രാഹുൽ ഇപ്പോൾ പാലക്കാട്ടേക്ക് പോകാതെ നിൽക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ഇത് 1-2 അറിഞ്ഞിട്ട് പോകാമെന്നുള്ള രീതിയുമാകാം. അതിനിടയിൽ എന്തെങ്കിലും ഒരു ബിഗ് ബ്രേക്കിംഗ് വന്നാൽ നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും.